ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ഹെഡ് ബാൻഡ് ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ്സ് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റിയ ഒരു ഹെഡ് ബാൻഡാണ്. അതുപോലെ കുഞ്ഞുങ്ങളുടെ ഫ്രോക്കിനനുസരിച്ചും മാച്ച് ചെയ്ത് നമുക്കത് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്ക്കണേന്ന് നോക്കാം. അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു കോട്ടൺ ഫാബ്രിക്കാണ്. അപ്പോൾ ഇതിൻ്റെ നീളം വരുന്നത് 11 ഇഞ്ചാണ് മടക്കി കഴിയുമ്പോൾ. അപ്പോൾ ടോട്ടൽ നിങ്ങൾ 22 ഇഞ്ച് നീളമുള്ള തുണി എടുക്കുക. ഈ തുണി വീതി വരുന്നത് 5 ഇഞ്ചാണ്. അപ്പോൾ ഈ ഒരു അളവിൽ നമ്മൾ തുണി ആദ്യം നമുക്ക് വെട്ടി വയ്ക്കാം. ഇതിന് ശേഷം നല്ല വശം ഇതുപോലെ നമ്മൾ മടക്കി എടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഒരു ഭാഗം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മടക്കി അറ്റം വരെ നമ്മൾ തയ്ച്ചു കൊടുക്കണം. അതിപ്പോൾ നമ്മൾ അറ്റം വരെ തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് തിരിച്ചിടാം. നല്ല വശത്തേക്ക് ഇതുപോലെ നമ്മൾ തിരിച്ചിടാണ്. ഫുള്ള് നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞു. ഇനി ഈ തയ്ച്ച പോർഷൻ ഇതുപോലെ മിഡിലായിട്ട് വയ്ക്കുക. ഇവിടെയാണ് നമ്മൾ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ നീളം വരുന്നത് 16 ഇഞ്ചാണ്. അപ്പോൾ അതിവിടെ മിഡിലായിട്ടാണ് ഇലാസ്റ്റിക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഈ സ്റ്റിച്ച് ചെയ്ത ഈ പോർഷനിൽ നിന്ന് ഇപ്പുറത്തേക്ക് ഒരു 4 ഇഞ്ചും അതിൻ്റെ നേരെ ഇപ്പുറത്തേക്ക് 4 ഇഞ്ചും ഗ്യാപ്പ് വിട്ട് നമ്മൾ തയ്ച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ ലൈൻ ഞാൻ വരയ്ക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ഇലാസ്റ്റിക് ഇടുന്നത്. ഇങ്ങനെയാണ് ഈ ഹെഡ് ബാൻഡ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ കാണാം, നമ്മൾ ഈ ഒരു പോർഷനിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇലാസ്റ്റിക്കിന് വീതി വരുന്നത് ഒരു 4 ഇഞ്ചാണ്. അപ്പോൾ എനിക്കാളും വീതിയുള്ള ഇലാസ്റ്റിക്കാണ് എടുക്കണമെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഇഞ്ച് കൂട്ടാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അരികത്തം ഫുള്ളും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ ആ ഇലാസ്റ്റിക് കിടക്കണ രീതിയിൽ തയ്ച്ചു കൊടുക്കാം. അറ്റം വരെ തന്നെ നമ്മളിത് തയ്ച്ചു കൊടുക്കണം. ഇവിടെ നമ്മൾ ഫുള്ളും സ്റ്റിച്ച് ചെയ്തു. ഇനി ഇതിനുള്ളിലാണ് നമ്മൾ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ നീളം എടുക്കുമ്പോൾ ഈ കുട്ടീൻ്റെ തലേൻ്റെ ചുറ്റി നമ്മൾ ടേപ്പ് വെച്ച് നോക്കാം. അപ്പോൾ എത്രയാണ് അത് അളവ് വരുന്നത് അതിന് 1 ഇഞ്ച് കൂട്ടി നമ്മൾ ഇലാസ്റ്റിക് എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഏജ് വരുന്നത് 5 to 6 ഇയേഴ്സ് ആണ്. ആ ഒരു അളവിലുള്ള ഹെഡ് ബാൻഡാണ് ഞാൻ ഇവിടെ തയ്ക്കുന്നത്. ഇത് ഫുള്ളും ഇനി നമ്മൾ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മളിതുപോലൊരു സൂചി സെറ്റിപ്പിങ് കുത്തിയിട്ടാണ് നമ്മൾ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇലാസ്റ്റിക് ഫുൾ എടുത്തു എൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ ഇനി ഇതിൻ്റെ ചുരുക്കം നമ്മളിതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ ഇലാസ്റ്റിക്കിന്. അപ്പോൾ ഒരു സൈഡിൽ ഇലാസ്റ്റിക്കും തുണിയും വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ അപ്പുറത്തെ സൈഡും ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി ഇതിൻ്റെ നല്ല വശം ചേർത്തിട്ട് നമുക്ക് ഈ 2 പീസ് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡ് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെയായിട്ട് ഈ ഒരു സൈഡിൽ നമുക്കൊരു ബോ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പിങ്ക് കളറാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബോ റെഡിയായി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ഇതൊരു വെറൈറ്റി മോഡലാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ കുറച്ച് മോഡൽസ് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.